ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. മുറ്റത്ത് നല്ല മഴ പെയ്യുകയാണ്, വളരെ ശക്തമായിട്ട് പെയ്യുകയാണ്, കാറ്റൊക്കെയുണ്ട്. അതുകൊണ്ട് വീഡിയോയ്ക്ക് എത്രത്തോളം ക്ലിയർ ഉണ്ടാവുമെന്ന് അറിയില്ല. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു മഴ തോരാനായിട്ട്, ഒരു രക്ഷയില്ല. 2-3 ദിവസം കൊണ്ട് ഇത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ടായിരുന്നു വീഡിയോകളൊന്നും വരാതിരുന്നത്. എന്തായാലും ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ വരുൺ, അതായത് ഗോവിന്ദും ഗീതും കൂടി തമ്മിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ മറ്റുള്ളവരുടെ മുന്നിൽ അവർ ശത്രുക്കളായിട്ട് അഭിനയിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഗീതു വരികയാണ്, ഓഫീസിൽ നിന്ന് വരികയാണ്. വരുന്ന സമയത്തിന് രാധികാമ്മയും വരുണും ഒക്കെ കൂടി ഗോവിന്ദിനെ ചട്ടം കെട്ടി വെച്ചിരിക്കുകയാണ് ഗീതുവിനെ പുറത്താക്കാനായിട്ട്. അങ്ങനെ ഗീതു വന്നിട്ട് വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഗോവിന്ദ് നീ അവളെ അകത്ത് കയറ്റരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഗോവിന്ദ് അഭിനയിക്കുകയാണെങ്കിലും ഗീതുവിൻ്റെ മുഖത്ത് നോക്കി അരുതെന്ന് പറയാൻ പുള്ളിക്കാരനെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ഗീതു അതിക്രമിച്ച് കയറിയിരിക്കുകയാണ്. എന്നിട്ട് അടുക്കളയിൽ പോയി വെള്ളമൊക്കെ കുടിച്ചു. അതിനുശേഷം ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി പോകുമ്പോഴത്തേക്കിന് നമ്മുടെ രാധികാമ്മ ഇങ്ങനെ വരുണിനെ കണ്ണ് കാണിക്കുകയാണ്. അങ്ങനെ വരുൺ ചെന്നിട്ട് ഗീതുവിനോട് പറയുകയാണ്, ഇനി ഒരടി മുകളിലേക്ക് വെച്ച് പോകരുത്, വീട്ടിനകത്തേക്ക് കയറാൻ പറ്റില്ല. ഗോവിന്ദേട്ടൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് നീ ഈ വീട്ടിൽ വരരുതെന്നുള്ള കാര്യം, ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീട്ടിൽ ഇതുവരെയും ഗോവിന്ദേട്ടൻ്റെ വാക്കുകളാണ് നടന്നിട്ടുള്ളത്, നീ ആയിട്ടത് തെറ്റിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞ് വരുൺ ഇങ്ങനെ ഒരു രക്ഷയില്ല ഗീതുവിനെ തടയുകയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഗീതുവിൻ്റെ കയ്യിൽ ഒരു ചായക്കപ്പുണ്ട്. അപ്പോൾ ഗീതു ഇങ്ങനെ വരുണിനെ ഇങ്ങനെ നോക്കിയതിന് ശേഷം ഗീതു പറയുന്നു, വരുണേട്ട ഈ ചായക്കപ്പൊന്ന് പിടിച്ചേ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ വരുൺ മൈൻഡ് ചെയ്തിരിക്കുമ്പോൾ വീണ്ടും ഗീതു ആവർത്തിക്കുമ്പോൾ വരുൺ ആ ചായക്കപ്പ് കയ്യിൽ വാങ്ങുകയാണ്. അപ്പോൾ ഗീതു ഇങ്ങനെ വരുണിനെ നോക്കിയതിന് ശേഷം കൈ രണ്ടും തമ്മിൽ ഉരസുകയാണ്. അതിനുശേഷം പറയുകയാണ്, ഇന്ന് ഓഫീസിൽ വെച്ച് സുവർണയുടെ കരണത്തൊരെണ്ണം കൊടുത്തു, ഇന്നത്തെ കോട്ടയം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ വരുണേട്ടനായിട്ട് അതിന് അവസരം ഒരുക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഇങ്ങനെ തല്ലാനായിട്ട് നിൽക്കുകയാണ്. അത് വരുണിന് മനസ്സിലാവുകയാണ്. അപ്പോൾ രാധികാമ്മ അന്തം വിട്ട് നിൽക്കുകയാണ്. ഗോവിന്ദും ഉണ്ട്. അപ്പോൾ ആ സമയത്തിന് വരുൺ നൈസിന് ഗീതുവിനോട് പറയണ, ഗീതു ഈ കപ്പൊന്ന് പിടിക്കുക എന്ന് പറഞ്ഞിട്ട് ഗീതുവിന് കൊടുത്തിട്ട് ഗീതുവിൻ്റെ കയ്യിൽ കപ്പ് കൊടുത്തിട്ട് അടി കിട്ടുന്നുള്ള പേടിയിൽ പുള്ളിക്കാരൻ അങ്ങനെ നൈസിനങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. ഇത് കാണുമ്പോൾ ഗോവിന്ദന് ചിരി വരികയാണ്. പുള്ളിക്കാരൻ ആരും കാണാതെ ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഗീതു ഇങ്ങനെ ചോദിക്കുകയാണ്, വരുണിനോട് ചോദിക്കുകയാണ്, അല്ല വരുണേട്ടൻ്റെ പേര് മുണ്ടയ്ക്കൽ ശേഖരൻ എന്നാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വരുൺ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിട്ട് പറയണം, അല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഗീതു പറയണം, എന്നാൽ പിന്നെ വഴി മാറാതെ മുന്നിൽ നിന്ന് മാറ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗീതു നൈസിനങ്ങ് അകത്തേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കും രാധികാമ്മയാണെങ്കിൽ ഗോവിന്ദിനോട് പറയണം, ഗോവിന്ദ് ഇവളിങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ, നിൻ്റെ വാക്കുകളും നീ ആൾ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ്. നിനക്ക് പല കാര്യങ്ങളിലും സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ആ ഒരു കാരണമാണ് നിന്നെ പലരും ചൂഷണം ചെയ്യുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് രാധികാമ്മയുടെ മുഖത്ത് നോക്കി തിരിച്ച് തന്നെ പറയുകയാണ്, അതെ അമ്മേ, അതെനിക്കിപ്പോൾ മനസ്സിലായി, എൻ്റെ സെൻറ്റിമെൻറ്റ്സ് കാരണം തന്നെയാണ് എന്നെ എല്ലാവരും ചൂഷണം ചെയ്യുന്നതെന്ന് എനിക്കിപ്പോൾ തീർത്ത് മനസ്സിലായി എന്നിങ്ങനെ പറയുകയാണ്. പുള്ളിക്കാരൻ ശരിക്കും രാധികാമ്മയ്ക്കിട്ട് തന്നെയാണ് കുത്തിയത്, പക്ഷേ അവർക്കത് മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഗോവിന്ദ് നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ ഗീതു ഗോവിന്ദനോട് പറയണം, അല്ല കണ്ണേട്ടാ, നിങ്ങൾ എന്തായി തീരുമാനിച്ച് വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ ആക്ടിങ്ങൊന്നും തീരെ ശരിയായിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്ക് ഉടനെ ഗോവിന്ദ് പറയുകയാണ്, സീനിയറായ എന്നെ പഠിപ്പിക്കാൻ നീ വരണ്ട കേട്ടോ. പിന്നെ എനിക്ക് പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് നിൻ്റെ മുഖത്ത് നോക്കി ദേഷ്യപ്പെടാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഗീതു പറയുന്നത്, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, നമ്മൾ അഭിനയിക്കുകയാണെന്ന് നമുക്ക് 2 പേർക്കും അറിയാമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അതേ സമയത്ത് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ രാധികാമ്മയും പരിവാരങ്ങളും കൂടി ഇവരുടെ റൂമിന് പുറത്തേക്ക് വരികയാണ്. അത് ഗീതു കാണുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ ഗീതു ഉടനെ പക്ഷേ ഗോവിന്ദ് കാണുന്നില്ല അവരെ ആരെയും, പക്ഷേ ഗീതു കാണുന്നു. ഉടനെ തന്നെ ഗീതു പറയണം, മറ്റൊരു മുറിയിൽ മാറാം എന്നുള്ളത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്, ഞാൻ ഈ മുറി വിട്ട് വേറെ എങ്ങും പോവില്ല എന്ന് പറയുകയാണ്. അവരെ കേൾപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഉടനെ കാഞ്ചന ഇങ്ങനെ നിന്നിട്ട് നോക്കിയിട്ട് പറയുകയാണ്, അപ്പോൾ ഇന്ന് ഗോവിന്ദ മാമ പറഞ്ഞത് ഗീതു പാപ്പയെ വീട്ടിനകത്ത് കയറ്റില്ലെന്നാണ്, ഇപ്പം ബെഡ്റൂമിനകത്ത് നിൽക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാഞ്ചന ഓരോരോ വിഡ്ഢിത്തരങ്ങൾ പറയുകയാണ്. അപ്പോഴത്തേക്ക് പിന്നെ ഗീതു റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരികയാണ്. എന്നിട്ട് ഗീതു പറയണം, ആരും ഇവിടെ കാഴ്ച കാണാൻ വന്ന് നിൽക്കേണ്ട, എന്തായാലും ഞാൻ ഈ മുറി വിട്ട് പോവില്ല എന്നൊക്കെ ഇങ്ങനെ ഗീതു പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് ഉടനെ രാധികാമ്മ അങ്ങോട്ട് ഗോവിന്ദിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, എടാ കണ്ണ, ഇവൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ആടി തകർക്കുന്നതെന്നറിയാമോ, നിനക്ക്
നട്ടലില്ലാഞ്ഞിട്ടാണ്. നിനക്ക് നട്ടലുണ്ടെങ്കിലുണ്ടല്ലോ ഇവള് നിൻ്റെ മുറിയിൽ കയറില്ല. കണ്ണൻ ഇഷ്ടമല്ല നീ മുറിയിൽ കയറുന്നത്, അതുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോണം എന്നിങ്ങനെ പറയുകയാണ് രാധികാമ്മ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗോവിന്ദന് ദേഷ്യം വരികയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ഗീത പറയണേ, എൻ്റെ കണ്ണേട്ടന് നട്ടലില്ലെന്ന് ആരാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദനെ ഇങ്ങനെ തിരിച്ച് നിർത്തിയിട്ട് ഗോവിന്ദൻ്റെ നടുവിന് ഒരു അടി വെച്ച് കൊടുത്തിട്ട് പിടിച്ചൊറ്റ തള്ളു കൊടുക്കുകയാണ്. എന്നിട്ട് പറയണേ, കണ്ടില്ലേ ഇതാണ് നട്ടൽ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയണം, ഗീതു നീ ഇവിടെ നിന്ന് സംസാരിക്കരുത്, നിനക്ക് എന്തെങ്കിലും സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ മുറിയിലേക്ക് പോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗോവിന്ദ് ഗീതുവിനെ തള്ളിക്കൊണ്ട് മുറിയിൽ പോയി കതകം അടയ്ക്കുകയാണ്. അപ്പോൾ ഉടനെ രാധികാമ്മയും രാധികാമ്മയും വരുണും അവിടെ തന്നെ ഇങ്ങനെ ചെവിയും കൂർപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ഗോവിന്ദ് ചീറയാണ് കിടന്ന് റൂമിൽ കയറിയിട്ട് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ രാധികാമ്മയുടെ അടുത്ത് നമ്മുടെ വരുൺ പറയണ, അമ്മേ മിക്കവാറും എനിക്ക് തോന്നുന്നത് ഇന്ന് തന്നെ ഗോവിന്ദേട്ടൻ അവളെ കൊല്ലും എന്നാണ് തോന്നുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ രാധികാമ്മ പറയണ, എങ്കിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ പറയണ, വരുൺ നീ എന്താ ഇപ്പോൾ പറഞ്ഞത്? കണ്ണൻ കൊല്ലും എന്നാണോ പറഞ്ഞത്? ദേ കണ്ണന് ദോഷം ചെയ്യുന്ന ഒരു കാര്യവും നീ പറയരുത്. അവളെ കൊന്നു കഴിഞ്ഞാൽ കണ്ണൻ ജയിലിൽ പോകേണ്ടി വരില്ലേ? അതുകൊണ്ട് ആ വർത്തമാനമൊക്കെ ഇവിടെ വെച്ച് നിർത്തിക്കോ എന്ന് തന്നെ രാധികാമ്മ വരുണിനോട് പറയുകയാണ്. പിന്നീട് ഗോവിന്ദ് ഒരു വശത്ത് ഇങ്ങനെ വീടിൻ്റെ ഒരു സൈഡിലോട്ട് മാറി നിന്നിങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഗീതു അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഗീതു ചോദിക്കണേ, എന്താ കണ്ണേട്ടാ ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നത്? ഞാൻ എന്തായാലും ഇന്നത്തെ ദിവസം മൊത്തം നന്നായി എൻജോയ് ചെയ്തു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനോട് പറയുകയാണ്, ഗീതു എനിക്ക് സുവർണയ്ക്ക് പിറകിൽ ചേതൻ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്, എനിക്കതേക്കുറിച്ച് നന്നായിട്ടൊന്ന് അന്വേഷിക്കണമെന്ന് പറയണം. അപ്പോൾ ഗീതു പറയുകയാണ്, നമ്മൾ തമ്മിൽ റൂമിൽ വഴക്ക് കൂടിക്കൊണ്ടിരുന്ന സമയത്തെ ചേതൻ ഗ്രൂപ്പിൻ്റെ ആളുകൾ മുഴുവൻ, ആ വില്ലൻ ഗ്യാങ് മുഴുവൻ നമ്മുടെ റൂമിൻ്റെ പുറത്തുണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് ഗീത് പറയണേ, രാധികാമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? രാധികാമ്മയുടെ സംസാരമൊക്കെ കണ്ടില്ലേ? എന്നെ കുറ്റക്കാരിയൊക്കെ അവരെന്തുമാത്രം ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഗീത് പറയണേ, ഞാൻ ഇന്ന് ഓഫീസിൽ വന്ന സമയത്ത് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തിരുന്നു. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അത് കണ്ണേട്ട ഒന്ന് കാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. സംഭവം വേറൊന്നുമല്ല, സുവർണയും അവരെല്ലാവരും കൂടെ നിൽക്കുന്ന സമയത്ത് ഫയലിൽ നോക്കുന്നു എന്നുള്ള രീതിയിൽ ഗീതുവിനെ തകർക്കാനുള്ള പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത ആ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം ഗീതു പറയുകയാണ്, ഇതിന് ശേഷമുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റിയില്ല, വോയിസ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കേൾപ്പിക്കുകയാണ്. രാധികാമ്മയുടെ സംസാരമാണ് കേൾക്കുന്നത്. കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഗോവിന്ദ് പറയുകയാണ്, വേണ്ട ഗീതു എനിക്കെല്ലാം ബോധ്യമായി, എനിക്കിനി ഇതൊന്നും കേൾക്കണ്ട, ഇതൊന്നും താങ്ങാനുള്ള ശേഷി എനിക്കില്ല, പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ രണ്ട് കൈ കൊണ്ടും കൂപ്പി തൊഴുവാണ്. അതിനുശേഷം ഗോവിന്ദ് പറയുകയാണ്, ഇനി ദേവി ഇതൊന്നും എന്നെ കേൾപ്പിക്കല്ലേ എന്ന് പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദ് പറയുകയാണ്, ഈ ഗെയിം നമുക്ക് ഇവിടെ വെച്ച് നിർത്താമെന്ന് പറയുമ്പോൾ ഗീത് പറയുകയാണ്, പറ്റില്ല കണ്ണേട്ട, ഇത് എന്തായാലും ഇവിടെ വെച്ച് നിർത്താൻ പറ്റില്ല, ഇതിനെല്ലാത്തിനും ഒരു പരിസമാപ്തി ഉണ്ടാവണം, അതിനുശേഷം മാത്രം മതി എന്നിങ്ങനെ ഗീത് പറയുകയാണ് ഗോവിന്ദിനോട്. ഗോവിന്ദിൻ്റെ സങ്കടമൊന്നും മാറുന്നില്ല. ഗോവിന്ദ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. അതിനുശേഷം ഗീതുവിനോട് പറയുകയാണ്, ഞാനിപ്പോൾ ആരെ വിശ്വസിക്കുകയും ഗീതു, എനിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വന്തം നിഴലിനെ പോലും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, നിഴൽ പോലും ചതിക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വരുമെന്ന് ഞാൻ ചിന്തിച്ചതേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതു പറയുകയാണ്, കണ്ണേട്ടൻ അങ്ങനെ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, ആരൊക്കെ കണ്ണേട്ടനെ ദ്രോഹിക്കാൻ ശ്രമിച്ചാലും ഞാൻ ഒരിക്കലും കണ്ണേട്ടനെ ആർക്കും വിട്ടുകൊടുക്കില്ല, എപ്പോഴും ഞാൻ കണ്ണേട്ടൻ്റെ കൂടെ തന്നെ ആവും എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ് ചോദിക്കുകയാണ്, ഗീതു നമ്മൾ ഒരിക്കൽ പിരിയേണ്ടവരല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗീതു ഇങ്ങനെ ഗോവിന്ദിൻ്റെ കണ്ണിൽ നോക്കിയിട്ട് ചോദിക്കുകയാണ്, ആണോ കണ്ണേട്ടാ നമ്മൾ പിരിയേണ്ടവരാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദ് ഒരു നിമിഷം മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ്റെ ചുണ്ടിലൊരു ചിരിയൊക്കെ വരികയാണ്. അപ്പോഴത്തേക്ക് ഗോവിന്ദ് പെട്ടെന്ന് ഓർക്കുവാണ്, ഇവളൊരു പക്ഷേ എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കുമോ ഇങ്ങനെയൊക്കെ ചോദിച്ചത്, ഇനി ഞാൻ അങ്ങനെ അല്ലെന്ന് പറഞ്ഞാൽ ഇവൾ ഇനി എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അതങ്ങ് മനസ്സിൽ ഒളിപ്പിച്ച് വെക്കുകയാണ്. അതിനുശേഷം നൈസിന് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്, മുറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗീതു മനസ്സിൽ പറയാണ്, മിസ്റ്റർ ബ്രഹ്മചാരി നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എല്ലാം ഞാൻ പുറത്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ഗീതു പിന്നാലെ പോവുകയാണ്. ഗോവിന്ദ് മുറിയിൽ ചെന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഗീതു അടുത്ത് നിന്നിട്ട് പറയണേ, കണ്ണേട്ട ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലല്ലോ, നമ്മൾ പിരിയേണ്ടവരാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയണം അതെ എന്ന് പറയുമ്പോൾ ഗീതു ഇങ്ങനെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഗോവിന്ദ് പറയണം, അതെ എന്ന് വെച്ചാൽ അതെ, നമ്മൾ തമ്മിൽ ഇപ്പോൾ പിരിയേണ്ടവരാണ്, കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ്, രഞ്ജുവിന് കൂട്ടിരിക്കാൻ പോകുന്നു എന്നിങ്ങനെ വളരെ കൂളായിട്ട് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഗീതുവിന് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ ഗീതു ഗോവിന്ദിനോട് പറയണം, അങ്ങനെയാണെങ്കിൽ കണ്ണേട്ടൻ പൊയ്ക്കോ, ഞാനും കൂടി വരണോ?
അപ്പോഴത്തേക്ക് ഗോവിന്ദ് പറയണ വേണ്ട, നീ ഇനി ഇവിടെ എങ്ങും വരണ്ട, നീ ഇവിടെ സമാധാനമായിട്ട് ഇവിടെ കിടന്നുറങ്ങ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗീതുവിന് മനസ്സിനൊരു സമാധാനമല്ല. ഗീതു മനസ്സിൽ ആലോചിക്കുകയാണ്, ഒന്നുമില്ലെങ്കിലും അവരൊരു പുരുഷനും സ്ത്രീയും അല്ലേ, അപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിന്തകളൊക്കെ വന്നാലോ, എല്ലാവർക്കും എന്നെപ്പോലെ കൺട്രോൾ ഉണ്ടാവണമെന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഗീതു ഗോവിന്ദിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ്, ഞാനും വരുന്നു എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയണത് വേണ്ട, ഞാൻ പൊയ്ക്കോളാം എന്നൊക്കെ പറയുന്നു. വീണ്ടും അത് തർക്കമാവുകയാണ്. അങ്ങനെ ഗീതു പറയണം, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ കണ്ണേട്ടാന്ന് പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയുകയാണ്, എന്ന് വെച്ചാൽ ഗീതു പറയുന്നു കണ്ണേട്ടൻ പോവണ്ട, ഞാൻ തന്നെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അത് സമ്മതിപ്പിക്കുന്നു ഗോവിന്ദിനെ കൊണ്ട്. അതിനുശേഷം പറയുകയാണ്, ഞാൻ പോയി കുളിച്ചിട്ട് വരാം എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്ത് നിൽക്കാമെന്ന് പറയുമ്പോൾ ഗീതു പറയുകയാണ്, വേണ്ട, പുറത്തൊന്നും നിൽക്കേണ്ട, ഇപ്പോൾ പുറത്ത് നിൽക്കാനായിട്ട് പോവുകയാണെങ്കിലേ ആ പരിവാരങ്ങളെല്ലാം പുറത്ത് കാണും, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുറത്തേക്കൊന്നും പോവണ്ട എന്നിങ്ങനെ പറയണം. അപ്പോൾ ഗോവിന്ദ് പറയണം, അത് ശരിയാ ഗീതു, എനിക്കും ഞാൻ പുറത്തോട്ട് ചെല്ലുമ്പോൾ അവരെല്ലാവരും കൂടെ എനിക്ക് ഇറിറ്റേഷനായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരും, അപ്പോൾ എനിക്കും അതൊരു ബുദ്ധിമുട്ടാണ്, ഞാനിവിടെ നിൽക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗീതു പറയണം, അതിനെന്താ കണ്ണേട്ടൻ അവിടെ നിൽക്കേ, ഞാൻ വാഷ്റൂമിൽ കയറിയിട്ട് ഡ്രസ്സ് മാറാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഗീതു പറയുകയാണ്, വാഷ്റൂമിലേക്ക് നോക്കരുത് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ്. അതെന്താ നോക്കിയാൽ വാഷ്റൂമിൻ്റെ ചില്ല് കണ്ണാടി കൂടെ പ്രസക്ത ഭാഗങ്ങളെല്ലാം കാണാൻ പറ്റും, അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഗോവിന്ദ് പറയണ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ് മനസ്സിൽ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനാണ് തിരിഞ്ഞ് നിൽക്കുന്നത്, എൻ്റെ ഭാര്യയല്ലേ അകത്തുള്ളത്, എൻ്റെ ഭാര്യ ഡ്രസ്സ് മാറുന്നത് ഞാൻ കണ്ടാൽ എന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതിനുശേഷം ഗോവിന്ദ് വിചാരിക്കുകയാണ്, അത് വേണ്ട, എന്തായാലും തിരിഞ്ഞ് തന്നെ നിൽക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തിരിഞ്ഞ് തന്നെ നിൽക്കുകയാണ്. അതേസമയം ഗീതു ഡ്രസ്സൊക്കെ മാറി നല്ല മിടുക്കത്തിയായിട്ട് ഇറങ്ങി വരികയാണ്. അതിനുശേഷം അങ്ങനെ ഗീതു ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞു. അതേസമയം വിലാസിന് തലവേദന എടുത്തിട്ട് ഇങ്ങനെ ഹാളിലിരിക്കുകയാണ്. അപ്പോൾ ഭദ്രൻ അജാസിൻ്റെ ഇടിയും ചവിട്ടുമൊക്കെ കൊണ്ടിട്ട് എണീക്കാൻ പറ്റാതെ വരികയാണ്. അങ്ങനെ ഭദ്രൻ വന്ന പാടെ വിലാസിനിയോട് കുഴമ്പിട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് പറയുകയാണ്. അപ്പോൾ വിലാസിനി പറയണ, കയ്യൊക്കെ ഉണ്ടല്ലോ, തന്നെത്താനെ പോയി ചെയ്താൽ മതി, എനിക്കാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊക്കെ കൊച്ചു പെമ്പിള്ളേരെ കൊണ്ടുവരാനായിട്ട് ഇരിക്കുകയില്ലേ, ഇനി കൊച്ചു പെമ്പിള്ളേരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഭദ്രന് ദേഷ്യം വരികയാണ്. അപ്പോഴത്തേക്കിനും പ്രിയമോൾ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ പ്രിയമോൾ പറയുകയാണ്, എന്താ അച്ഛാ ഇത്, അച്ഛൻ ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് വിചാരിക്കില്ലേ എൻ്റെ മുത്തച്ഛനൊരു കള്ളുകൂടിയനാണെന്ന് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഭദ്രൻ പറയുകയാണ്, അങ്ങനെയൊക്കെ വിചാരിച്ചോട്ട് നീ നിൻ്റെ പാട്ടിന് പോടി എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം ചാടിപ്പറിച്ച് ഭദ്രൻ ഇങ്ങോട്ട് വരികയാണ്. കലി തുള്ളി വെറുതെ ഒരു കാരണമില്ലാതെ കലി കയറി വരുന്ന ഭദ്രൻ നേരെ ചെന്നിട്ട് ചോറ് മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ടേബിളിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളും പാത്രങ്ങളും എല്ലാം വാരി എറിയാണ്. അങ്ങനെ വിനോദ് ഇറങ്ങി വരികയാണ്. വിനോദ് എന്താ അച്ഛാ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കിനും വിനോദിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് വിനോദിനെ ശ്വാസം മുട്ടിക്കുകയാണ്, വല്ലാതെ പരാക്രമം കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഭദ്രനെ ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ ഭദ്രൻ പറയുകയാണ്, ഇനി മുതൽ ഞാൻ പഴയ ഭദ്രനല്ല, ഇനി മുതൽ ഇപ്പോഴത്തെ ഈ ഭദ്രനല്ല, ഞാൻ പണ്ടത്തെ ആ ഒരു ഭദ്രനാണ് എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം പ്രിയമോളോട് പറയുകയാണ്, എടി പ്രിയേ, നിനക്ക് പഴയ ഭദ്രനെ അറിയില്ലല്ലോ, അത് നിൻ്റെ ചേട്ടനറിയാം, നീ അവനോട് പോയി ചോദിക്ക്, നിൻ്റെ അച്ഛനെ ചാവാനുള്ള കാരണം പോലും ഈ ഞാനാണ് എന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം വിനോദിനോട് പറയുകയാണ്, എല്ലാ എണ്ണത്തിനെയും ഞാൻ തീർത്ത് കളയും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പ്രിയമോളോട് പറയണേ, വേഗം മര്യാദയ്ക്ക് എനിക്ക് എൻ്റെ റൂമിലേക്ക് 2 നാരങ്ങ പിഴിഞ്ഞതും കുറച്ച് തണുത്ത വെള്ളവും കൂടി കൊണ്ടുപാടി എന്ന് പറഞ്ഞിട്ട് കയറി ഒറ്റൊരു പോക്ക് പോവുകയാണ് ഭദ്രൻ. അതേ സമയത്ത് പ്രിയമോൾ വിനോദിനോട് പറയുകയാണ്, എന്നെ അതിനൊന്നും കിട്ടില്ല വിനോദേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും വിനോദ് പറയുകയാണ്, വേണ്ട, ഞാൻ തന്നെ അത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കൊണ്ട് എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് വിനോദ് കയറി മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പ്രിയമോൾ തിരിച്ച് വിളിക്കുകയാണ്. എന്നിട്ട് പറയണ, അല്ല വേണ്ട വിനോദേ, എൻ്റെ കുഞ്ഞിൻ്റെ മുത്തച്ഛനല്ലേ, ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നേരെ അടുക്കളയിലേക്ക് പോവുകയാണ്. നാരങ്ങ പിഴിഞ്ഞതും അതിൽ തണുത്ത വെള്ളമൊക്കെ ചേർത്തു. അതിനുശേഷം ഒരു സ്പൂൺ സോപ്പ് പൊടി അതിലിട്ട് കലക്കുമ്പോഴത്തേക്ക് വിലാസിനി അത് കണ്ടിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അത് കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് കുറച്ചധികം വലിച്ചു നീട്ടി പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, ക്ഷമിക്കുക, ഒരുപാടുണ്ടായിരുന്നു പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തേക്കണം, എന്നാലായിരിക്കും ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.